അല്ലല്ല, അതിന് 2000 രൂപ പേ ചെയ്യണമെന്ന് തോന്നുന്നു. ഓൾ സ്റ്റൈൽ ടീച്ചർ വന്നു. Good afternoon. Good afternoon. എല്ലാവരും നല്ല ഡിസ്കഷനിലാണ്. എന്തായാലും ക്ലാസ് ഒക്കെ തീരാറായിട്ടുണ്ടായിരിക്കും. ഇനിവേ നമുക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാം. നമ്മളെവിടെ വരെയാ പറഞ്ഞു നിർത്തിയിട്ട്? ജോബ് സമ്മറി തരും. ചാപ്റ്ററിന്റെ പേരൊന്ന് പറയോ ടീച്ചർ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചാപ്റ്റർ 10 മോഡ്യൂൾ 4. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. മാം, ഈ ജോബ് സമ്മറി ആണ് എനിക്ക് പറയാനുള്ളത്. ജോബ് സമ്മറി. അത് മുതലാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് ഡ്യൂട്ടീസ് കണ്ടു, ഒപ്പം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ കുറച്ച് ഡ്യൂട്ടീസും കണ്ടു. അതുമാതിരി തന്നെയുള്ള കുറച്ച് ഡ്യൂട്ടീസ് അല്ലെ, നമ്മുടെ ജോബ് സമ്മറി മെഡിക്കൽ സെക്രട്ടറിയുടെ കുറച്ച് ഡ്യൂട്ടീസ് ആണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ഇപ്പൊ മെഡിക്കൽ സെക്രട്ടറി എന്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ അല്ലെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട്. അതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട്, the medical secretary will execute secretarial duty using specific knowledge of medical terminology and hospital clinic laboratory procedures. മെഡിക്കൽ ടെർമിനോളജി നിങ്ങൾക്ക് കിട്ടിയില്ലേ? പഠിപ്പിച്ചില്ലായിരുന്നോ മെഡിക്കൽ ടെർമിനോളജി? അപ്പോ നിങ്ങൾ അത്യാവശ്യം ഗ്രഹിച്ചിട്ടുണ്ടാവും. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? ഒക്കെ ഒരു അബ്രിവിയേഷൻസ് ഒക്കെയാണ് അല്ലെ, അല്ലേ? ശരിയല്ലേ? അപ്പൊ ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെ, മെഡിക്കൽ ആയിട്ട് ഫീൽഡിൽ വരുമ്പോൾ അതിന്റെ ആ ഒരു ഹോസ്പിറ്റൽ ലാംഗ്വേജ്, മെഡിക്കൽ ലാംഗ്വേജ്, ഓക്കെ, മെഡിക്കൽ ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെ, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ലബോറട്ടറി പ്രൊസീജിയേഴ്സിലെല്ലാം തന്നെ സെക്രട്ടറിക്ക് അതിൻ്റെതായ ഒരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കും. നമുക്ക് എല്ലാവർക്കും തന്നെ അത് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. തീർച്ചയായിട്ടും അത് അല്ലെ, ആ ഒരു സെക്രട്ടറിക്ക് പക്ഷെ അത് നല്ല ഹാൻഡിൽ ആയിരിക്കണം അല്ലെ, മെഡിക്കൽ ടെർമിനോളജിയിൽ നല്ല ഇത് ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. അദ്ദേഹം ഹോസ്പിറ്റലിന്റെ എല്ലാ രംഗത്തും അല്ലെ, ലബോറട്ടറി പ്രൊസീജിയേഴ്സിലാണെങ്കിലും ക്ലിനിക്കിലാണെങ്കിലും മറ്റെല്ലാ പർപ്പസിലും എല്ലാം തന്നെ അവർക്ക് അതിൻ്റെതായ ഡ്യൂട്ടി കൈകാര്യം ചെയ്തു പോകണം. അവർക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികളാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. Represent physicians by screening helps with the മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയില്ലേ എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഡയറക്ടർ മെഡിക്കൽ സെക്രട്ടറി തന്നെ ഒരു ലേബറിൽ വേണമെങ്കിൽ കൊണ്ടുപോവാം. പക്ഷെ ഡയറക്ടറിന്റെ പോസ്റ്റ് വെച്ചിട്ടും കൂടി ഒരു ഇതുണ്ടാവും അല്ല. ഡയറക്ടറിന്റെ നമ്മൾ എവിടെയാണെങ്കിലും നഴ്സിംഗ് ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് കൂടി കാണും. ഓക്കെ, അപ്പൊ സെക്രട്ടറി എന്നുള്ള ലെവലിൽ നിന്ന് തന്നെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെയായിരിക്കും ഡയറക്ടറിന്റെ പോസ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോ എന്താണ് മെഡിക്കൽ സെക്രട്ടറിക്ക് അവരുടെ ഡ്യൂട്ടികൾ അല്ലെ. അപ്പൊ അത് വ്യത്യസ്ത തരത്തിലുള്ള ഡ്യൂട്ടികളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. റെപ്രസെന്റ് ഫിസിഷ്യൻസ് by screening helps with the scheduling, receiving and announcing scheduled patients and visitors. അതായത് തീർച്ചയായിട്ടും ആ ഒരു സ്ക്രീനിങ് അല്ലെ, ഫിസിഷ്യൻസിന്റെ സ്ക്രീനിങ്ങുകൾ അത് കൃത്യമായിട്ട് തന്നെ പ്രതിനിധീകരിക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ സന്ദർശകർക്കും എന്താണ് ഫിസിഷ്യനുമായി ബന്ധപ്പെട്ട രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് ഏത് സമയത്ത് കാണാം അല്ലെ, അവരെയൊക്കെ ആ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ സ്വീകരിക്കാനും ഡോക്ടറെ കാണാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി മെഡിക്കൽ സെക്രട്ടറിക്കാണ്. ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ഫിസിഷ്യൻസിന് അവരുടെ ഫിസിഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സിന് അവരുടെ ദൈനംദിന വർക്കുകളൊക്കെ
അല്ലെ അതിന് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. Then collect patient information and keeps the patient's record. അതായത് പേഷ്യന്റിന്റെ റെക്കോർഡുകളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടത്. അത് അല്ലെ പേഷ്യൻസിന്റെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും കളക്ട് ചെയ്തിട്ട് തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ഡ്യൂട്ടി ആരെയാണ്? മെഡിക്കൽ സെക്രട്ടറി ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവര് ഇതൊക്കെ കൈകാര്യം, നമുക്കറിയാം അപ് ടു ഡേറ്റ് ആയിട്ട് അതാത് ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇതിന്റെയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് മെഡിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. Then ensure physician productivity by maintaining calendars. അതായത് ഫിസിഷ്യൻസിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഉത്പാദനം, റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഇത് നമ്മൾ അത്രയും അല്ലെ ഓക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? ഉത്പാദനം അല്ലെ, ഉത്പാദനക്ഷമത. അതായത് ഫിസിഷ്യൻസിന്റെ ആ ഒരു ഏത് ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ഉത്പാദനക്ഷമത ഉറപ്പുവരുത്താനായിട്ട് അത് കൃത്യമായിട്ട് തന്നെ കലണ്ടർ അനുസരിച്ചിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് ഓക്കെ അത് തന്നെ ഉൾപ്പെടുത്തി അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അത് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Then procedures inform by interpreting direction, preparing medical reports and creating summaries. അതായത് ഇപ്പൊ ഒരു ഉപദേശകനെ പോലെ ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, സോറി ആ ചാപ്റ്ററിന്റെ പേര് ആരെങ്കിലും ചോദിക്കുന്നതായിരിക്കും കേട്ടോ. എനിവേ ഓക്കെ ഗുഡ് ഗുഡ്. ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ അതിലെന്താണ് നമ്മള് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്? പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ interrupting the dictation, preparing medical reports and creating a summaries. അതായത് നമ്മളിപ്പോ അല്ലെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ സാധാരണയായിട്ട് നമുക്കറിയാം ഒരു മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ സമ്മറികളെല്ലാം അത് സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങൾ അല്ലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുക. ഇതെല്ലാം അല്ലെ ഇതിനെല്ലാം ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇൻഫോം ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ മെഡിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്യൂട്ടിംഗ് ഡിക്റ്റേഷൻ പ്രിപ്പയറിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഒപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുകയും സംഗ്രഹങ്ങൾ അല്ലെ അത് സൃഷ്ടിക്കുന്നതും നടപടിക്രമങ്ങൾ അറിയിക്കുന്നതും എല്ലാം തന്നെ ആര് തന്നെയാണ്? നമ്മുടെ മെഡിക്കൽ സെക്രട്ടറി തന്നെയാണ്. Then provides historical reference by progressing and utilizing filling and retrieval systems. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഫയലുകൾ അല്ലെ വീണ്ടും ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഫയലുകൾ എടുക്കണം അല്ലെ, അങ്ങനെയല്ലേ? നമ്മള് കുറച്ച് നാൾ വൈകിയാണെങ്കിൽ നമ്മൾ ഡോക്ടർ അപ്പൊ അത് വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള റെഫറൻസുകൾ ഉണ്ട് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഡോക്ടറിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അല്ലെ ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ ആ അല്ലെ ഡ്യൂട്ടിയിൽ ഉള്ള വ്യക്തികൾ തന്നെ അത് അറ്റൻഡറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അത് എത്തിച്ചിരിക്കും. പക്ഷെ അതിന്റെ മേൽനോട്ടാധികാരി ആര് തന്നെയാണ്? മെഡിക്കൽ സെക്രട്ടറി തന്നെയാണ്. പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫില്ലിംഗ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ അത് പുരോഗമിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. then എന്താണ്? സെക്യൂർ ഇൻഫോർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് എ ഡാറ്റാബേസ് ബാക്കപ്സ്. അതായത് എപ്പോഴും നമ്മൾ ഈ ഇൻഫോർമേഷൻസ് എല്ലാം അല്ലെ ഇത് ബാക്കപ്പ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. അപ്പൊ ഇത് പിന്നീട് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു അല്ലെ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതപ്പോ ഉറപ്പ് വരുത്തേണ്ടതുണ്ടല്ലേ ആ ഒരു സുരക്ഷ ഇൻഫോർമേഷൻസ് എല്ലാം സുരക്ഷിതമായിട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് കയറുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതാണ് സെക്യൂർസ് ഇൻഫോർമേഷൻസ് ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്. കൃത്യമായിട്ട് തന്നെ എല്ലാ ഡാറ്റകളെല്ലാം അന്നത്തെ അപ് ടു ഡേറ്റ് ആയിട്ട് കയറുന്നുണ്ടാകുന്ന ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. then keeps the patient confidence and protects operations by keeping informations secret. ഇപ്പോ എല്ലാത്തിലും നമ്മൾ പറയുന്നുണ്ട് അല്ലെ ഇൻഫോർമേഷൻസ് ഒക്കെ സീക്രസിക്ക് വേണ്ടി ചിലപ്പോ അതായത് സ്വകാര്യമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്നുള്ള ഒരു മൈൻഡോട് കൂടി പേഷ്യൻസ് ഒക്കെ പങ്കുവെക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ അവരുടെ ആ ഒരു ആത്മവിശ്വാസം അത് ആ രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് മെഡിക്കൽ സെക്രട്ടറി തന്നെ. ഓക്കെ, കീപ്പ് പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട്സ് ഓപ്പറേഷൻസ് ബൈ
കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. രോഗിയുടെ ആത്മവിശ്വാസം നിലനിർത്തുകയും വിവരങ്ങൾ രഹസ്യമായി തന്നെ വെച്ചുകൊണ്ട് അല്ലെ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. then എന്താണ് മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഓഫീസ് അല്ലെ എന്തെങ്കിലും ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും സ്റ്റോക്കുകൾക്കൊക്കെ അല്ലെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് അവിടെ കൃത്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ സപ്ലൈ ചെയ്യേണ്ടത് വകുപ്പ് വരുത്തേണ്ടത് മെഡിക്കൽ സെക്രട്ടറിയാണ്. then keeps ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷൻ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഒരു ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരുന്നു അല്ലെ. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണോ എല്ലാ എക്യുപ്മെന്റ്സുകളെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് അതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തും. നമുക്കറിയാം അല്ലെ വളരെ കെയർലെസ് ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വാച്ച് ചെയ്ത് അത് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്? മെഡിക്കൽ സെക്രട്ടറി തന്നെയാണ്. then maintain quality result by following and enforcing standards. അതായത് മാനദണ്ഡങ്ങളെല്ലാം പിന്തുടരുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ ഗുണനിലവാര ഫലങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ്സ് അല്ലെ. ആ സ്റ്റാൻഡേർഡ്സുകളെല്ലാം പിന്തുടരുകയും അല്ലെ ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് കൈകാര്യം ചെയ്ത് അല്ലെ അത് നടപ്പിലാക്കുന്നതെല്ലാം ഗുണനിലവാരത്തോട് കൂടിയിട്ട് അല്ലെ ക്വാളിറ്റി റിസൾട്ടോട് കൂടിയിട്ടാണോ എന്ന് അത് ഉറപ്പുവരുത്തേണ്ടത്. അത് ഫലങ്ങൾ നിലനിർത്തുന്നുണ്ടോ എന്നും കൃത്യതയോടെ കൈകാര്യം ചെയ്യേണ്ടത് മെഡിക്കൽ സെക്രട്ടറി തന്നെയാണ്. കേൾക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ ഒരു ബോറ് ക്ലാസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ചില ക്വസ്റ്റ്യൻസ് പക്ഷെ ഇടയ്ക്ക് കയറി അങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ ഓർമ്മയിലേക്ക് വരണോട്ടോ. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും കീപ്പ് അല്ലെ ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അത് ക്യാച്ച് ചെയ്ത് തന്നെ പോവുക. അപ്പൊ പക്ഷെ ഇടയ്ക്ക് നിങ്ങൾ ഓർക്കുക അല്ലെ ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ പേഷ്യൻസ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓപ്പറേഷൻസ് ബൈ കീപ്പിംഗ് ഇൻഫോർമേഷൻ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആരാണ് നമ്മുടെ മുമ്പിലുള്ള ആൻസർ? മെഡിക്കൽ സെക്രട്ടറി ആണ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ ആണോ, മെഡിക്കൽ സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ OPD എക്സിക്യൂട്ടീവ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ തെറ്റാതിരിക്കാനായിട്ട് അല്ലെ ആൻസറുകൾ തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ഈ ഓരോ പോയിന്റ്സുകളും അല്ലെ ഓരോന്നിന്റെയും റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യണം. പിന്നെ എന്താണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. നമ്മളെപ്പോഴും അല്ലെ പ്രൊഫഷണലിന്റെ നിലവാരത്തോട് കൂടിയിട്ട് അല്ലെ നിലവാരം പുലർത്തുന്ന രീതിയിലായിട്ടാണ് സ്റ്റാൻഡേർഡുകളെല്ലാം വരയ്ക്കേണ്ടത്. നമുക്കറിയാം ഏതൊരു കാര്യത്തിനാണെങ്കിലും സ്റ്റാൻഡേർഡ് തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല തൊഴിൽ മൂല്യം കണക്കാക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡുകളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ ആരോഗ്യ പരിപാലന സമൂഹത്തെ സേവിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡുകളാണ് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കേണ്ടതും നമ്മൾ അവിടെ സംരക്ഷിച്ച് പോകേണ്ടതും. സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. തൊഴിൽപരമായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് അല്ലെ നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള ആരോഗ്യ പരിപാലനവും അതോടൊപ്പം തന്നെ സമൂഹത്തെ സേവിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then updates job knowledge by participating in educational opportunities like reading professional publications. അതായത് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം എന്താണ് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് വാരികകളൊക്കെ വായിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ നിന്നെല്ലാം അതായത് ഏതെങ്കിലും അവസരങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം എന്താണ് എഡ്യൂക്കേഷനിലായിട്ട് വിദ്യാഭ്യാസപരമായ രീതിയിൽ നോളജ് ഒക്കെ സ്വീകരിക്കുകയും അത് അപ്ഡേറ്റ് ആയിട്ട് ജോലിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം എപ്പോഴും അല്ലെ മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓഫീസിൽ അല്ലെങ്കിൽ അവിടെ നല്ല സേവനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം ചിലപ്പോ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ മറക്കി പോകാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപോലെ ബാധിക്കും അല്ലെ. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചും അവർക്ക് ബുദ്ധിമുട്ടാണ്, പേഷ്യൻസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പുതിയ നൂതന ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം പണ്ടത്തെ മാതിരി ബുക്ക് ചെയ്ത് കുറെ നേരം ക്യൂ നിന്നിട്ടൊന്നല്ല ഡോക്ടറെ കാണുന്നത് അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ ഓൺലൈൻ ബുക്കിങ്ങോ അതല്ലെങ്കിൽ നമുക്കറിയാം അപ്പൊ തന്നെ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് ക്യൂ ആയിട്ട് നിൽക്കുന്നൊന്നും വേണ്ട. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ല ആശയവിനിമയമൊക്കെ നടത്തി ചെയ്യാനായിട്ട് അതായത് പലതരം ആശയങ്ങളൊക്കെ ഉണ്ട്. ആ ആശയങ്ങളെല്ലാം
അവര് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കണം അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റീഡിങ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് ഓർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. എന്തിനെന്തെങ്കിലും ഈ ആശയങ്ങളൊക്കെ നല്ലത് ചൂസ് ചെയ്തെടുത്തിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Then keeps medical records, technical library and correspondence files. അതായത് എപ്പോഴും എന്താണ് മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ലൈബ്രറി ആയിട്ടുള്ള കാര്യങ്ങൾ, കറസ്പോണ്ടൻസുകളെല്ലാം ഇവയെല്ലാം സൃഷ്ടിച്ച് എടുക്കേണ്ടത് അല്ലെ. അത് നന്നായിട്ട് തന്നെ സൃഷ്ടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തേണ്ടതൊക്കെ ആര് തന്നെയാണ്? സെക്രട്ടറി തന്നെയാണ്. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. അതായത് ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ അല്ലെ വിവിധ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാനായിട്ട് എപ്പോഴും എന്താണ് മേൽനോട്ടം വഹിക്കാനായിട്ട് ഡോക്ടറിന്റെ ചുമതലയിൽ തന്നെ നല്ല രീതിയിലുള്ള ഭരണ നിർവഹണം, നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഇപ്പൊ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസിനൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, പ്രശ്നങ്ങളൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള നേതൃത്വം വഹിക്കേണ്ടതും അത് അതിൽ പെർഫോം ചെയ്യേണ്ടതും ആര് തന്നെയാണ്? സെക്രട്ടറി തന്നെയാണ് എന്നുള്ളതാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. PROന്റെ പോസ്റ്റ് വേറെ തന്നെയാണത്. പബ്ലിക് റിലേഷനും കൂടി കൂടുതൽ അതിൽ ഇത് വരില്ലേ? ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഓരോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ടാണ്. വലിയ വലിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ ഓരോന്നിനും ഓരോ പോസ്റ്റുകളാണ്. ചില ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഒന്നിച്ചായിരിക്കും ഒരാളൊക്കെ ഹാൻഡിൽ ചെയ്യും. അവിടെ HR എന്നുള്ള പോസ്റ്റ് ഉണ്ടാവില്ല, അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ സെപ്പറേറ്റ് പോസ്റ്റുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് തന്നെ നമ്മൾ പലതരത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോ അല്ലെ ഒരു ക്ലിനിക്കിൽ ഒരു ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റി അല്ലെ, വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് പോസ്റ്റുകളുണ്ടാവും. അതേസമയം ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന് ചിലപ്പോഴൊക്കെ അല്ലെ എല്ലാം കൂടി ചില കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നര പ്രോസസ് ഒക്കെ. ഓക്കെ, ഇവരും എന്താണ് പേഷ്യൻസിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഇത് തന്നെയാണ് പേഷ്യൻസിനെ ഡോക്ടേഴ്സിനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ പറയുന്നുണ്ട് വലിയ ഹോസ്പിറ്റൽ ഉൾപ്പെടുത്തുന്നതാണോ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതെല്ലാം സിമ്പിൾ പോയിന്റുകളാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്, അടുത്ത ആളുടെ അല്ലെ ഓരോരുത്തരുടെ ഡ്യൂട്ടികൾ ഇങ്ങനെ വിവരിച്ചു പോകുന്നതേ ഉള്ളൂ. ഡൗട്ടുകൾ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ദെൻ നമുക്ക് നോക്കാനുള്ളത് ജോബ് സമ്മറി ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, OPD എന്നുള്ളതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ജോബ് സമ്മറി ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്.
അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ആയിട്ട് അല്ലെ, നമുക്ക് ആ ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് പ്ലേസ് ആണ് important role in supervising the operation of the outpatient department in a hospital. The responsibilities. നമുക്കറിയാം outpatient എന്ന് പറയുന്നത് നമുക്കറിയാം outpatient inpatient തമ്മിൽ എന്താ ഡിഫറൻസ്, എന്താ വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താ വ്യത്യാസം? ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഉള്ളിൽ കൺസൾട്ടന്റ് ഇല്ല, ഔട്ട് പേഷ്യന്റ് ഉള്ളിൽ കൺസൾട്ടന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ വരും. ഓക്കെ, ഇൻപേഷ്യന്റ് അഡ്മിറ്റ് പേഷ്യൻസ് ആണ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞപ്പോ ഓക്കെ അതായിപ്പോയതാണ്, അതായിരിക്കുള്ളൂ, കാരണം മൈൻഡിൽ മനസ്സിലായി കാണും അത്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്മിഷൻ ഉള്ള പേഷ്യന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവിടെ പോവുകയാണ് അല്ലെ, ഡോക്ടറിന്റെ സേവനം അവർ ജസ്റ്റ് ആ ഒരു കൺസൾട്ടേഷനിൽ എടുത്തിട്ട് പോവുകയാണ്. വീണ്ടും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ജസ്റ്റ് കൺസൾട്ടേഷൻ ആണ് ഔട്ട് പേഷ്യന്റ് വരുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ അതുമായിട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്ന് ജസ്റ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് പോകുന്ന ആ ഒരു മേഖലയിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. അത്രയും കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഒക്കെ ആയിരിക്കും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ അതാണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ supervising the operations of outpatient department in hospital. ഓക്കെ, ഡ്രസ്സിംഗ് പേഷ്യന്റ് ഒക്കെ ഓക്കെ, അവര് എന്താണ് ജസ്റ്റ് വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അല്ലെ ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് ചിലപ്പോൾ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവര് തിരിച്ചു പോകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ് പഠിക്കാറുള്ളത്. ഫസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ പറയുന്നു മാനേജിങ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. അവിടുത്തെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം വന്നു അല്ലെ, ഡോക്ടറെ കാണാനായിട്ട് വരുമ്പോൾ അവിടെ ആ ഡോക്ടറിന്റെ അടുത്തും സ്റ്റാഫുകൾ വേണം, ഡോക്ടർ വേണം അല്ലെ. അതേപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ ആരാണ്, സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ. അതേമാതിരി തന്നെ അവരെ എൻട്രി ചെയ്യാനും അതേമാതിരി തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടും അവിടെ എന്താണ്, അവിടെ സ്റ്റാഫുകൾ ആവശ്യമാണ്. അപ്പൊ അവരെയെല്ലാം മാനേജ് ചെയ്യേണ്ടത് ആര് തന്നെയാണ്, എക്സിക്യൂട്ടീവ് ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അത് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. അതായത് നല്ല കറക്റ്റ് ആയിട്ടുള്ള അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റ്സ്, അവർ വരുന്നതനുസരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഓരോ ഡ്യൂട്ടികളിലുള്ളവർ നേരത്തെ പറഞ്ഞ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, ഓരോന്നോരോന്നും ചെയ്യാൻ സ്റ്റാഫുകളുണ്ട്. പക്ഷെ അവരെയൊക്കെ കൈകാര്യം ചെയ്തല്ലേ ഓവറോൾ ആയിട്ട് നേതൃത്വം വഹിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിനുള്ളത്. കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഇന്ന സേവനങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരു എക്സ്റേ ഒക്കെ അത് എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം, ഏകോപിച്ച് കൊണ്ടുപോകും. ഓക്കെ, ഒരു CT സ്കാൻ എടുക്കാൻ അല്ലെ, അതൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് വന്നാലും ചിലപ്പോൾ ഒരു പക്ഷെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടാവും. അത് ചെയ്യാനൊക്കെ ആയിട്ട് മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക, മറ്റു ഡിപ്പാർട്ട്മെന്റിനെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. Then ensuring patient satisfaction. നമുക്കറിയാം പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ വർക്കേഴ്സിനെ ഏൽപ്പിക്കുന്നത് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിനെ സംതൃപ്തമാക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അവരുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കൂടുതൽ ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ കുറച്ച് കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവാം. പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള ഒരു കോസ്റ്റും കൂടി അല്ലെ, അതിന്റെ ബഡ്ജറ്റും കൂടി പരിഗണിച്ചിട്ട് മാത്രമേ നമ്മുടെ പേഷ്യൻസിനെയൊക്കെ കൂടുതൽ സമൃദ്ധമാക്കുന്ന സേവനങ്ങളൊക്കെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡെവലപ്പിംഗ് ദ ഇംപ്ലിമെന്റിംഗ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വികസിപ്പിച്ചു കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് അല്ലെ നമ്മൾ നടപ്പാക്കി കൊണ്ടുവരിക. നല്ല നല്ല പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാക്കി കൊണ്ടുവരേണ്ടതും വികസിപ്പിച്ചു കൊണ്ടുവരേണ്ടതും ആര് തന്നെയാണ്, എക്സിക്യൂട്ടീവ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടത്.
ensuring the smooth functioning of the outpatient department area. നന്നായിട്ട് തന്നെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. സൂപ്പർവൈസിങ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടന്റ്. നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഒരു ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടായിരിക്കും അദ്ദേഹം പറയാം, ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് പറയാണ്, നിങ്ങളൊന്ന് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എനിക്ക് ആ സിംറ്റംസ് വെച്ചിട്ട് അങ്ങനെ തോന്നുന്നു, എന്തെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൺസൾട്ടേഷൻ അല്ലെ, അടുത്തൊരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൈകാര്യം ചെയ്ത് വരും. ചിലപ്പോഴെങ്കിൽ അകലെ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെ സമയത്തിനുള്ള മറ്റു ഡോക്ടറെ കൂടി സൗകര്യം ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ പേഷ്യൻസ് ചോദിക്കുന്ന അനുസരിച്ചിട്ടൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് തയ്യാറാവുക. അത്തരം കാര്യമാണ്. ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോവുക. Then എന്താണ് സൂപ്പർവൈസിങ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഡോക്ടറിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇത് ചെയ്യുക. വർക്കിംഗ് കണ്ടീഷൻ, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെല്ലാം ഓക്കെയാണോ, അവര് ഇപ്പൊ വരുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം പ്രഷറും ഷുഗറൊക്കെ നോക്കാനായിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും അല്ലെ ഡോക്ടേഴ്സിനോടൊപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് തന്നെ വർക്കിംഗ് കണ്ടീഷൻ ആണെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിങ് ഫീഡ്ബാക്ക് ഫോംസ്, അതായത് സൂക്ഷ്മ പരിശോധനയും കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ സൂക്ഷ്മ പരിശോധനയും കളക്ട് ചെയ്തിട്ട് വെക്കേണ്ടതുണ്ട്. ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതായത് നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഇപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ചിലപ്പോൾ അവരുടെ വർക്ക് ടൈമൊക്കെ അറേഞ്ച് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇടനടക്കാരനായിട്ട് വർദ്ധിക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. Then as greeting patients and visitors. അതായത് പേഷ്യന്റിനെയും വിസിറ്റേഴ്സിനൊക്കെ എന്താണ് ഗ്രീറ്റ് ചെയ്യാൻ വെൽക്കം ചെയ്തൊക്കെ കയറ്റാനൊക്കെ ആയിട്ട് നമുക്കറിയാം ഒരു സ്റ്റാഫ് എന്ന നിലയിൽ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. Then directing them to the appropriate professionals. അതായത് നമുക്ക് അറിയാം അനുയോജ്യമായി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ഒക്കെ ഡയറക്ഷൻ ഒക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ നേതൃത്വങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കാം. Then registering new patients, പുതിയ അറ്റ്മോസ്ഫിയർ കൂട്ടാക്കാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. രജിസ്ട്രേഷൻ ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യുക. Then എന്താണ് taking part in the practice meetings and training courses and ensuring compliance with the health and safety procedures. അതായത് അവിടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കൊക്കെ പറ്റിയ നടപടിക്രമങ്ങളൊക്കെയാണ് പാലിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കോഴ്സുകളോ അല്ലെങ്കിൽ പ്രാക്ടീസ് മീറ്റിങ്ങുകളോ നമുക്കറിയാം പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ലോകമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ കൊടുക്കണം. അതൊക്കെ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ട് തന്നെ പേഷ്യൻസിന്റെ ഇടയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നു എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിക്കാം ഒരു 2-3 പോയിന്റും കൂടി ഉണ്ട്. ജസ്റ്റ് വായിച്ചിട്ട് ഇതുവരെ ഒന്നിച്ചെടുത്ത് പോണേലും ഇച്ചിരി കൂടി നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. The point. Directing them to the appropriate professions. ഉചിതമായ പ്രൊഫഷനിലേക്ക് നയിക്കുക എന്ന് പറയുമ്പോൾ അതായത് നല്ല രീതിയിലുള്ള അതായത് അവിടെയുള്ള വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ അപ്രോപ്രിയേറ്റ് പ്രൊഫഷൻസ് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉചിതമായ രീതിയിൽ തന്നെ അതിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ആ ഒരു രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. എത്രയും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാം, നയിക്കുക എന്നുള്ളത്. അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. ക്ലിയർ ആണോ? സ്ക്രൂട്ടിനൈസ് എന്ന് പറയുന്നത് സൂക്ഷ്മ പരിശോധന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിങ് ഫീഡ്ബാക്ക് ഫോംസ്. അതായത് നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്ന ഫോമുകളെല്ലാം അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഗാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക എന്നുള്ളത്. ഇപ്പൊ എന്തെങ്കിലും മെസ്സേജ് അയച്ചതിനെ ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. എല്ലാം പഠിച്ചും പോക്കോളൂട്ടാ. ഞാൻ കുറേശ്ശെ എടുക്കുന്നുള്ളൂ. കാരണം ഇനി നമുക്ക് നെക്സ്റ്റ് അവർ കൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. 2 പേജ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. അതായത് നമ്മള് അല്ലെ ആ ഒരു ജോലി സാഹചര്യങ്ങളെല്ലാം വർക്കിംഗ് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ തന്നെയാണോ ആ ജോലി സാഹചര്യങ്ങളെല്ലാം. ഇപ്പൊ നമ്മളിപ്പോ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഡോക്ടറിന് അല്ലെ ആ പേഷ്യന്റിന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടറിന് വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാം, ഡ്യൂട്ടി ടൈം ഒക്കെ നോക്കി. അതോടൊപ്പം തന്നെ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതും കൃത്യമായിട്ട് അവിടെ എക്യുപ്മെന്റ്സിന്റെ കാര്യം എടുത്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, അവിടെ വർക്കിംഗ് കണ്ടീഷൻ സാഹചര്യം ഒക്കെയാണോ എന്ന് നോക്കാം. ഓപ്പറേഷൻ ഓക്കെ, ഔട്ട് പേഷ്യന്റ് ടൈമും ഇൻ പേഷ്യന്റ് ടൈമും അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം അല്ലെ, ജസ്റ്റ് റൗണ്ട്സിനൊക്കെ പോയി വന്ന് കഴിയുമ്പോഴേക്കും അല്ലെ അതിന് കുറെ സമയം സ്ലീപ്പ് ചെയ്തിട്ട് വേണം അതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ജസ്റ്റ് പഠിച്ചു പോകട്ടെ. കാരണം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ലേ കോർഡിനേറ്റ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതേമാതിരി തന്നെ OPD എന്താന്നുള്ളത് അത് ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ എന്താണ് ഞാൻ മാക്സിമം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി എന്റെ എടുത്ത് തീരും. അപ്പോ ഇനിയുള്ള ടൈമില് നമുക്ക് നമ്മളെടുത്ത പോർഷൻസ് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് 16th പോയിന്റ്, ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു നിർത്തി. ഇനി എന്താണ് ഫർദർ മോർ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ചെക്കിംഗ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ outpatient department area is in its correct place and ensuring that there are no items left over by the previous shift receptionist. അതായത് കൂടാതെ അല്ലെ ഫർദർ മോർ ഇതെല്ലാം കൂടാതെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിനുള്ള മറ്റു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എവറിത്തിങ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയസ് കറക്റ്റ് പ്ലേസ്. എല്ലാം തന്നെ എല്ലാ സംഭവങ്ങളെല്ലാം തന്നെ അല്ലെ, അത് എവറിത്തിങ് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തണം. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് there are no items left over by the previous shift receptionist. അതായത് നേരത്തെയുള്ള റിസപ്ഷനിസ്റ്റ് എന്തെങ്കിലുമൊക്കെ അല്ലെ എവിടെയെങ്കിലൊക്കെ എന്താണ് കൃത്യതയല്ലാതെ തന്നെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടോ അല്ലെ, എന്തെങ്കിലൊക്കെ മറന്നു പോയിട്ടുണ്ടോ, എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ മറന്നു പോയിട്ടുണ്ടോ. നമുക്കറിയാം ചില ഡോക്ടേഴ്സ് വന്ന് പോയി അല്ലെ, പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഡോക്ടർ വന്നിരിക്കുന്നേക്ക് മുമ്പ് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് അവര് ചെക്ക് ചെയ്യും അല്ലെ. അവിടെ അറ്റൻഡർ ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തും. അതേമാതിരി തന്നെ എന്നാൽ മാത്രമാണ് പേഷ്യൻസ് വരുമ്പോൾ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് സമയമൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുമോ. അപ്പൊ അത് ഓരോ ഷിഫ്റ്റിനെ അല്ലെ ഇതിനു മുമ്പുള്ള വ്യക്തിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറന്നു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു സൂപ്പർവൈസറി പോസ്റ്റ് എന്ന നിലയിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആര് തന്നെയാണ്, നമ്മുടെ എക്സിക്യൂട്ടീവാണ്.
The next എന്താണ്? They direct patients to the payment counter to make their case paper, ensuring a smooth and efficient process. അതായത് നല്ല രീതിയിൽ തന്നെ അല്ലെ, നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും കേസ് ഓക്കെ തന്നെ ഇത് എന്താണ് കൃത്യമായിട്ട് തന്നെ ഇതുകൾ ഡോക്ടേഴ്സുകൾ ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവരുടെ എന്തെങ്കിലും കേസ് പേപ്പറുകൾ എല്ലാം നമുക്കറിയാം അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ നന്നായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെന്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഡയറക്ട് പേഷ്യൻസ് ടു ദ പേയ്മെന്റ് കൗണ്ടർ ടു മേക്ക് ദർ കേസ് പേപ്പർ അല്ല കേസ് പേപ്പർ ഒക്കെ പേയ്മെന്റ്സ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് പോയിട്ട് എന്താണോ എന്ന് ഉറപ്പുവരുത്തി വെക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് തന്നെ അല്ലെ, നമ്മളിപ്പോ ചാർജും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വരുന്നതെങ്കിൽ അല്ലെ ഡോക്ടറിനെ കണ്ട് ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഡോക്ടറിനെ സർജനെ കാണാനായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അപ്പൊ എന്താണ് അവരുടെ കാര്യങ്ങളെല്ലാം അല്ലെ എന്തെങ്കിലും കോസ്റ്റും കാര്യങ്ങളൊക്കെ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തിയിട്ടാണ് ഡോക്ടറെ കണ്ട് നേരെ തന്നെ അവർക്ക് തിയേറ്ററുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തുക എന്നതും എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. then എന്താണ് 19th പോയിന്റ് പറയുന്നത് ഓവറോള് the outpatient department executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care of patients while also managing costs and maintaining regulatory compliance. അതായത് നമ്മള് എല്ലാം അല്ലെ എല്ലാത്തിന്റെ അവസാനം എന്താണ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോവാനായിട്ട് അല്ലെ ആ ഡിപ്പാർട്ട്മെന്റ് നല്ല എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ പോവാനായിട്ട് അല്ലെങ്കിൽ എന്താണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സേവനങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ എന്താണ് നല്ല കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് അല്ലെ നല്ല രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കോസ്റ്റുകളെല്ലാം കുറവായി ചെലവഴിച്ചുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സേവനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ടാണ് ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഓവറോൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആരുടെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ഓവറോൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും അല്ലെ ഒരു മേലധികാരി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പക്ക ഡീസന്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്. അത് നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി. ജസ്റ്റ് വായിച്ചു നോക്കുക. രണ്ട് അതിലെയും വായിച്ചു നോക്കുക കേട്ടോ. ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറിയുടെയും പഠിച്ചു പോകാൻ പറ്റുമെങ്കിൽ പഠിച്ചു പോകാൻ എന്ന് തന്നെ ഞാൻ പറയും. കാരണം എല്ലാത്തിനും അല്ലെ കീപ്പ് സെക്യൂർ ഇൻഫർമേഷൻ ലൈക്ക് കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ ചോദിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം പിന്നെ അതേമാതിരി തന്നെ ഫസ്റ്റ് സെന്റൻസിൽ തന്നെയുണ്ട് അല്ലെ മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ടീവ് secretarial duties using specific knowledge of medical terminology and hospital clinical laboratory procedure. അപ്പൊ അതെല്ലാം ഡാഷിട്ടൊക്കെ വരുന്ന ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ജസ്റ്റ് പഠിച്ചു പോവുക. ഡാഷ് വിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയൽ ഡ്യൂട്ടീസ് യൂസിങ് അത് തന്നെ അങ്ങനെ ഡാഷിട്ടൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. Then who keep patients' confidence and protects your operations by keeping information secret. Other than calendars set who ensure physicians' productivity by maintaining calendars. However, our productivity ഉത്പാദനക്ഷമത കൂട്ടാനായിട്ട് അത് അല്ലെങ്കിൽ നിലനിർത്താനൊക്കെ സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ഭയങ്കര ചോദ്യം വരാറുണ്ട്. Dash keeps the medical records, technical library and the correspondence files. ഇവയൊക്കെയാണെങ്കിലും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ആ സ്റ്റാൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. The must dash ensure the who ensure the smooth functioning of the outpatient department area. Okay, executive ആണെന്നുള്ള കാര്യം.
ഇവിടെയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെ, ഇതൊക്കെ ഇടയ്ക്ക് നിന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ട് അല്ലെ. ഹു എൻഷുറിംഗ് ദാറ്റ് there are no items left over by previous shift receptionist. നമ്മളിങ്ങനെ റിസപ്ഷനിസ്റ്റിനൊക്കെ കാണുമ്പോൾ ആകെ ഒരു ഫ്രണ്ട് ഓഫീസിൽ അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് പോകും. പക്ഷെ നമ്മളിപ്പോ 4 മൊഡ്യൂളിലൊക്കെ എക്സാംസ് ഒക്കെ ഒന്നിച്ചൊക്കെ വരുമ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒന്ന് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കൗൺസിലറും ക്ലിനിക്കൽ ജോബ്സുമാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാതെ. ഓക്കെ, എന്തായാലും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ആദ്യമൊക്കെ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടെ. ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്? സെക്രട്ടറിയുടെ, എക്സിക്യൂട്ടീവ്. നിങ്ങളിങ്ങനെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ഇതാവും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് തന്നെ എഴുതണോ? ഇങ്ങനെ അത് കൺഫ്യൂഷൻ ആവും. ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് തന്നെ എഴുതണം. മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതൊക്കെ മറന്നുപോയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിലെ പഠിച്ചിട്ടുണ്ട്. ഈ 3-4 കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് നമുക്ക് ഓപ്ഷൻസ് അഡ്മിനിസ്ട്രേറ്റർ ആണോ, സെക്രട്ടറി ആണോ, എക്സിക്യൂട്ടീവ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് വരിക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് എക്സിക്യൂട്ടീവിന് അല്ലെ. അതേമാതിരി തന്നെ നമ്മള് എന്താണ് തീരുമാനങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ്. അപ്പൊ അതൊന്നും മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും അല്ലെ. സെക്രട്ടറിയുടെ റോൾ എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മെഡിക്കൽ കൗൺസിൽ അല്ലെ, അതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് നോളജ് അദ്ദേഹത്തിനുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ജസ്റ്റ് പഠിക്കുമ്പോഴെല്ലാം മൊത്തം മനസ്സിലാക്കി പഠിക്കുക. കാരണം ഓപ്ഷൻസിൽ 4 തരും. അപ്പൊ അത് നമ്മൾ തെറ്റിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് എടുത്തോടത്തോളം വരെ ജസ്റ്റ് വായിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്? ഡൗട്ടുകളൊന്നുമില്ല? ഞാൻ എടുത്ത പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്നുള്ളത്? ഓക്കെ, ക്ലിയർ. ഞാൻ എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെ എടുത്തിട്ടുണ്ട്? 3rd മൊഡ്യൂള്, 4th മൊഡ്യൂള്. നമുക്ക് 4th മൊഡ്യൂള് ആദ്യം റിവൈസ് ചെയ്യണം. HRM എടുത്തിട്ടുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ,
ഓവർവ്യൂ ഉണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ പേഷ്യന്റ് ഉണ്ട്. അവരൊക്കെ പറയാൻ വേണ്ടിയാണ് മാഡം, ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ്.